വോട്ട് ചോരി ആരോപണത്തിൽ രാജ്യത്തെ ആദ്യ അറസ്റ്റ് കർണാടകയിലെ അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയതിൽ പശ്ചിമബംഗാൾ ഗുരുരാഗഞ്ചി സ്വദേശി ബാപ്പി ആദ്യമായാണ് അറസ്റ്റിലായത്. OTPകൾ കൂട്ടത്തോടെ BJP നേതാവിന്റെ ഡേറ്റാ സെന്ററിലേക്ക് എത്തിച്ചു നൽകി എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഡേറ്റാ സെന്ററും ആദ്യം തമ്മിൽ പണമിടപാട് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് ഉണ്ടായത്. KB ശ്രീധരൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാജ്യത്താദ്യമായി അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡേറ്റാ സെന്ററും ഇയാളുമായി പണമിടപാടുകൾ കണ്ടെത്തിയത് ഏത് തരത്തിലാണ്? വിശദാംശങ്ങൾ. ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ള ആരോപണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കർണാടക പോലീസിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയുടെ ഉടമയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ പശ്ചിമബംഗാൾ സ്വദേശിയാണ്. ബാപ്പി ആദ്യ എന്നാണ് ഇയാളുടെ പേര്. ഈ OTP, അതായത് ഈ വോട്ട് വെട്ടിച്ചേർക്കുന്നതിന് വേണ്ടി OTP ബൈപ്പാസ് ചെയ്ത് നൽകിയത് ഇയാളാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അതായത് കൽബുർഗിയിലെ ഒരു ഡാറ്റാ സെന്ററിൽ വഴിയാണ് ഈ വോട്ട് വെട്ടൽ നടപടികൾ നടന്നത് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും അന്ന് അലന്തിലെ MLA ആയിരുന്ന BJPയുടെ സിറ്റിംഗ് MLA ആയിരുന്ന സുഭാഷ് ഗുട്ടേദാറാണ്, അതായത് 2023 തെരഞ്ഞെടുപ്പ് വരെ അവിടുത്തെ MLA ആയിരുന്ന സുഭാഷ് ഗുട്ടേദാറും മകനും ചേർന്നാണ് ഈ ഡാറ്റാ സെന്റർ നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് കരാർ നൽകിയിരുന്നതെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഏതായാലും അങ്ങനെ 6000-ഓളം വോട്ടുകൾ വെട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ള ഒരു പണം നൽകി, ഒരു വോട്ടിന് 80 രൂപയൊക്കെ നൽകി വോട്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് കർണാടക പോലീസ് അല്ലെങ്കിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണമൊക്കെ ആരംഭിച്ചത്. അതിലെ ഇപ്പോൾ ആദ്യ അറസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ ഡാറ്റാ സെന്റർ നടത്തിയിരുന്ന വ്യക്തി, അതുപോലെ തന്നെ മുൻ MLA സുഭാഷ് ഗുട്ടേദാർ, അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഗുരുതരമായിട്ടുള്ള ആരോപണത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് രാജ്യത്ത് ഉണ്ടാകുന്നത്.